ബറോസ് സിനിമയുടെ പ്രീസെയിൽ അപ്ഡേറ്റും സിനിമയുടെ മറ്റ് വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതുപോലെ MMN പ്രൊജക്റ്റിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആരാണെന്നുള്ളൊരു അപ്ഡേറ്റും ഇപ്പോൾ വന്നിട്ടുണ്ട്. ബറോസ് സിനിമയുടെ പ്രീസെയിലേക്ക് വരികയാണെങ്കിൽ 1,77,00,000 സിനിമയുടെ പ്രീസെയിൽ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുണ്ട്. 2 കോടിയിലേക്ക് സിനിമയുടെ പ്രീസെയിൽ പോകുമോ ഇല്ലെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. സിനിമയുടെ ഫൈനൽ പ്രീസെയിൽ എത്രയാണെന്ന് അറിയാൻ കാത്തിരിക്കുക. ബറോസ് സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി ഇന്ന് തെലുങ്കിലൊരു പ്രസ് മീറ്റ് വെച്ചിട്ടുണ്ട്. ലാലേട്ടനും സിനിമയിലെ മറ്റ് പ്രവർത്തകരും ഈ ഒരു പ്രസ് മീറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ വോയിസിൽ ഇന്നൊരു ക്രിസ്മസ് ഗാനം ആശീർവാദ് സിനിമാസിൻ്റെ യൂട്യൂബ് ചാനലിൽ പുറത്തുവിട്ടിട്ടുണ്ട്. ബറോസ് സിനിമ നാളെ റിലീസാണല്ലോ. മമ്മൂക്കയുടെ വിശ്വാസം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ലാലിന് വിജയാശംസകളെന്ന് പറഞ്ഞുകൊണ്ടാണ് മമ്മൂക്ക പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ബറോസ് സിനിമ നാളെ ആരൊക്കെയാണ് തിയേറ്ററിലൊക്കെ പോയി കാണാൻ പോകുന്നത്? കമൻറ്റ് ചെയ്യൂ. എനിക്ക് ഉച്ചയ്ക്കുള്ള ഷോയ്ക്കാണ് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. മിക്കവാറും രാത്രിയൊക്കെ ആയിരിക്കും എൻ്റെ റിവ്യൂ വീഡിയോ ഒക്കെ ഞാൻ ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. MMN പ്രൊജക്റ്റിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആരാണെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ സുഷിൻ ശ്യാം ആണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നതാണ്. ഇപ്പോൾ സുഷിൻ ശ്യാം തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് എടുത്തത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന്, തിരിച്ചുവരവ് മഹേഷ് നാരായണൻ, മമ്മൂട്ടി, മോഹൻലാൽ പടത്തിലൂടെ എന്നാണ് സുഷിൻ ശ്യാം ക്യൂ സ്റ്റുഡിയോയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത്. എന്തായാലും സുഷിൻ ശ്യാമിൻ്റെ ഒരു കിടിലൻ ബീജമൊക്കെ നമ്മൾ MMN പ്രൊജക്റ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.